അഭിനയിച്ച സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നു. 48 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിരുന്നെങ്കിൽ. ഇറ്റ്സ് എ ഗ്രേറ്റ് മോമെന്റ് അല്ലേ? ഒരു മകനും മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആ ഫാമിലിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ സിനിമ വരുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. പലരും നമ്മുടെ ഷൂട്ടിംഗ് സമയത്തെന്ന് പറയും, മോനെ എനിക്കൊരു മോനുണ്ട്, ഒരു കാശിനെ കൊള്ളൂല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ വഴക്കുണ്ടാക്കുകയോ പോലീസ് വിളിച്ചിട്ടോ എന്തെങ്കിലും ഒരു ജോലി സിനിമയെ പോകും. ഒരു കാലത്ത് നിന്നാണ് വന്നത്. അല്ലെങ്കിൽ തമാശ പറഞ്ഞാണ്. പക്ഷെ വളരെയധികം സന്തോഷം. കാര്യം ആദ്യം ഞാൻ ആദ്യം നിങ്ങളോട് എന്താ പറയുക, ജിത്തുവിനോട് നന്ദി പറയുന്ന കാര്യം, എൻ്റെ മോൻ അഭിനയിച്ച സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നു. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് യു. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ അക്കോമഡേറ്റ് ചെയ്തതല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു നമുക്കത് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കര അസൂയാണ്. കാര്യം നിങ്ങളാണ് ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല അല്ലേ. എൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും റീ റെക്കോർഡ് ചെയ്യുമ്പോഴും ഒക്കെ. അപ്പം നമ്മളൊക്കെ ആ സിനിമ കാണാൻ വേണ്ടി വെയിറ്റാണ്. ഞാൻ നമ്മൾ ഡബ് ചെയ്യുന്ന ഭാഗം മാത്രമേ കണ്ടു, പിന്നെ കുറച്ച് കാര്യങ്ങളെ കണ്ടു. എനിക്കും ജോലി പറഞ്ഞ പോലെയാണ്, ഭയങ്കര പ്രതീക്ഷയായിട്ടൊന്നും വരണ്ട. ഒരു സാധാരണ സിനിമയാണ്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുന്നത് ഇത് ഭയങ്കര ഒരു സിനിമയാണ്. ഇപ്പൊ എൻ്റെ സുചി പറഞ്ഞു, തുടക്കം എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്, ആദി എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തിരനോട്ടം എന്നാണ്. അതൊരു ബിഗിനിങ് ആണ്. തുടങ്ങുന്നതിന് മുമ്പ് ആ തിര മാറ്റി, തിരശീല മാറ്റി വരുന്നത്. അതൊരു തിരശീല എന്ന് പറയുന്ന ഒരു സ്ക്രീനായിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പം ഇതൊക്കെ ഒരു പ്രീഡിസ്റ്റൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്കാണ് വിസ്മയം എന്ന് പറയുന്നത്. വിസ്മയം എന്ന് പറയുന്നത് അതൊരു അത്ഭുതമല്ല, അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന ഒരു അതങ്ങനെ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മീനിങ് പറയാൻ പറ്റുന്നില്ല. അത്തരത്തിലാണ്. അപ്പോൾ എൻ്റെ മകൾക്കും എൻ്റെ വീടിനൊക്കെ എനിക്ക് അത് പേരിടാൻ. പിന്നെ ജോക്കു, ഈസ് ലൈക്ക് മൈ സൺ അല്ലെ, എൻ്റെ മോൻ്റെ. അപ്പൊ എൻ്റെ മോൻ്റെ എൻ്റെ മകളുടെയും സിനിമ അങ്ങനെ തന്നെ ഞാൻ പറയാം. പൂന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. അപ്പം എൻ്റെ ഒരു മകളുടെയും സിനിമയും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെ നിങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ സായിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ സായിയുടെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. അത് വലിയ കാര്യമാണ്. പലർക്കും അറിയില്ലായിരിക്കും. വെഴുതിയർ പൂക്കൾ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് അത് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഓരോരുത്തരെ ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഞാൻ ലൊക്കേഷനിലുണ്ടായിരുന്നു, ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു. അപ്പൊ അത് ഞാൻ കണ്ടു. അവർ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, അങ്ങനെയാണ് ഒരു പിക്നിക്ക് പോലെ വേണം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മള് പണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വി ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മളൊരു ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷെ ഈ സിനിമയിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആ സിനിമയെ കൊണ്ടുപോകാൻ സഹായിച്ച മിസ്റ്റർ ആന്റണി പെരുമ്പാവൂരിന് സ്പെഷ്യൽ നന്ദി.